സങ്കടം കേട്ടോ. ഈ കടലിലെല്ലാം പോയിട്ട് ഇത്രയൊക്കെ മീൻ പിടിച്ചിട്ട് ഇവർ ഇങ്ങനെ ഒരു സില്ലി ഒരു മീനിനൊരു വിലയില്ലാത്ത പോലെ ഇടുന്നാകുമ്പോൾ സത്യത്തിൽ സങ്കടമാവും. ഇവർ നല്ല മീനൊക്കെ പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ മീനെ തന്നു. ഞങ്ങൾ ചോദിച്ചു ഇതെവിടത്തേക്കാന്ന്. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ മലയാളം അറിയുന്നുണ്ടായിരുന്നില്ല. കുറേ സംസാരിച്ചു. ഹലോ ഗൈസ്, മെഹറിൻസ് വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഫാമിലി ആയിട്ട് ഒന്ന് ജസ്റ്റ് പുറത്ത് പോവാണ്. ഞങ്ങൾ ഫാമിലി വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിനുള്ളിലെ ആൾക്കാർ മാത്രം, പിന്നെ കൂടെ 2 കുഞ്ഞു കുട്ടികളും ഉണ്ട്. എൻ്റെ സിസ്റ്ററിൻ്റെ മോളും പിന്നെ എൻ്റെ കൂടെ ഉണ്ടാവുന്ന അവളുടെ മോനും. അങ്ങനെ ഞങ്ങൾ പോവാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കയറിയപ്പോൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ക്യാപ്ചർ എടുത്തു. പിന്നെ വണ്ടി തിരിക്കുന്ന ക്യാപ്ചർ ഇങ്ങനെയൊക്കെ എടുത്തിട്ട് ഞങ്ങളിങ്ങനെ വണ്ടി എടുത്ത് പോവാണ് കേസ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഹാർബറിലോട്ട് പോകാൻ വേണ്ടി നിന്നത്. തളങ്കര ഹാർബർ ഉണ്ടല്ലോ, തളങ്കര ഹാർബറിൽ നമ്മളെപ്പോഴും പോകുന്ന തളങ്കര ബീച്ചല്ല, അവിടെ അല്ല, ഹാർബറിലോട്ട് അപ്പുറത്ത് പോയാൽ ഹാർബറുണ്ട്. അത് മുമ്പൊക്കെ നല്ല പോപ്പുലാരിറ്റി ഉള്ള ഒരു സ്ഥലമായിരുന്നു. ഇപ്പോൾ കുറച്ചൊരു പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന കാരണം അങ്ങനെ ആൾക്കാർ കൂടുതലൊന്നും വരാറില്ല. എന്നാലും അത്യാവശ്യം ആൾക്കാരൊക്കെ വരാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹാർബറിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചുട്ടാപ്പി ഉണ്ടല്ലോ, ഓരോന്ന് കാണുമ്പോഴത്തേക്ക് അത് വേണം ഇത് വേണം, ആടെ പോകണം ഇവിടെ പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ത് കാണുമ്പോൾ അത് വേണം എനിക്ക്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് അവിടെ എത്തിയിട്ട് സംസാരിക്കാം. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. എത്തിയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന തിരക്കിലാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇറങ്ങിയിട്ട് ഞങ്ങൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. ഇവിടെ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ, ഒട്ടും തന്നെ ഇല്ല. 1, 2, 3, 4 കാർ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് ഇങ്ങനെ പിന്നെ മീനൊക്കെ പിടിക്കുന്ന കുറച്ച് ആൾക്കാർ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഇവിടെയൊക്കെ നോക്കി കാണുമ്പോൾ നല്ലൊരു ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഇവർ ഫോട്ടോ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. ഉമ്മ ചുട്ടാപ്പിൻ്റെ കൈ പിടിച്ചിട്ട് പോയി. ഞാനാണെങ്കിൽ ഇങ്ങനെ എടുത്തോ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഹന്നാനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൾ ഒരു വീഡിയോ എടുത്ത് തന്നിട്ടില്ല. ഇൻഷാ അല്ലാ ഞാനൊന്ന് പോപ്പുലർ ആവട്ടെ, എൻ്റെ കയ്യിൽ പൈസ ഒക്കെ വരട്ടെ, ഞാനൊരു വീഡിയോഗ്രാഫറെ കൂടി വെക്കും നോക്കിയിട്ട്. അല്ലെങ്കിൽ എൻ്റെ വീഡിയോ എപ്പോഴും എനിക്ക് കിട്ടാറില്ല. എൻ്റെ ഈ കുഞ്ഞുണ്ടല്ലോ, കുഞ്ഞിപ്പെണ്ണ്, ആ കുഞ്ഞിപ്പെണ്ണിനോടാണ് ഞാൻ വീഡിയോ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളത്. എൻ്റെ പഠിച്ചോനെ ഒറ്റ വീഡിയോ കിട്ടിയിട്ടില്ല. മൊത്തം കളബില. എൻ്റെ എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് എല്ലാം ഇതാക്കിയപ്പോഴാണ് എനിക്ക് ഇത്രയെങ്കിലും വീഡിയോ കിട്ടിയത്. എത്ര സമയം ഉണ്ടായിരുന്നു അറിയാം, എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണ്. ഞാനിങ്ങനെ റൗണ്ടപ്പൊക്കെ ആക്കിയിട്ട് വീഡിയോ ഒക്കെ എടുത്തു. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൈയോടെ തന്നെ എടുത്ത ഗിംബൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് എവിടേക്കാണ് പോകുന്നതെന്ന് മനസ്സിലായോ? വരുന്ന വഴിക്ക് കുറേ മീൻ ഇറക്കുന്നുണ്ടായിരുന്നു, മീൻ കയറ്റുന്ന. അപ്പോൾ ഉമ്മ പറഞ്ഞു എന്തായാലും ആ മീനിൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് ഉമ്മാൻ്റെ ഒപ്പം ഇങ്ങനെ മീനിൻ്റെ അടുത്തേക്ക് നടക്കാണ്. നോക്കുമ്പോഴത്തേക്കോ അത് മീൻ നമുക്ക് തിന്നാൻ പറ്റുന്ന മീനൊന്നല്ല കേട്ടോ. അതിൽ നിന്ന് അവർ നല്ല മീനൊക്കെ പെറുക്കി വേറെ വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞു പൈസ തരാം, കുറച്ച് മീൻ തരുമെന്ന് ചോദിച്ചപ്പോൾ പൈസ ഒന്നും വേണ്ട, മീൻ തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് നല്ല മീനൊക്കെ പെറുക്കി എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ മീനിൻ്റെ ചാകര ഞങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാ കണ്ടോളൂ, കുറേ ഉണ്ട് കേട്ടോ. പിന്നെ ഉമ്മാക്ക് മീനെന്ന് പറഞ്ഞാൽ ഒരു ഇതാണ്, ഒരു ഉണക്ക മീൻ ഉണ്ടെങ്കിൽ ഉമ്മ ചൊറി, അങ്ങനെയാണ്. എനിക്ക് മീൻ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഇഷ്ടമാണ്, എല്ലാ മീനുമല്ല, കുറച്ച് മീനൊക്കെ ഇഷ്ടമാണ്. ഇങ്ങനത്തെ മീനൊന്നും അത്ര ഒരു ഇഷ്ടമില്ല. ഇവരിങ്ങനെ വാരിക്കൂട്ടുന്നതാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും തന്നെ കാണുന്നുണ്ടായിരുന്നില്ല ഗൈസ്.
വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൊറിയർ വന്നു. അങ്ങനെ എൻ്റെ വോയിസ് അങ്ങോട്ടേക്ക് പോയി ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് മീനൊക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പട്ടിച്ചോസും കാര്യങ്ങളും കാണിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കേട്ടോ. അവർ നമുക്ക് നല്ല മീനൊക്കെ അതിനെടുത്ത് തരുന്നുണ്ട്. അത് കറി വെക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് വേറെ കാര്യം. മാനോട് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അത്ര നല്ലതൊന്നല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അവർ തന്നല്ലോ, തരാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അതന്നെ അടിപൊളി. നമ്മുടെ ഈ തളങ്കരയുള്ള മറ്റേ ഹാർബർ ഉണ്ടല്ലോ, അടിപൊളി സീനറിയാണ് കേട്ടോ. പക്ഷെ അവിടെ പൊളിഞ്ഞത് കാരണം ആരും അങ്ങനെ പോവാറൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് തൊണ്ടയിൽ കിച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് മീനിൻ്റെ കുറച്ച് വീഡിയോസും എല്ലാം എടുത്തിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ് ഗൈസ്. അങ്ങനെ നടന്ന് എന്താ പരിപാടി, ചുട്ടാപ്പിക്ക് വിഷമു, കൂടെ ഉണ്ടായിരുന്ന നബാന് വിഷമു, ഫാത്തിമാക്ക് വിഷമു. അപ്പോൾ നമുക്ക് എന്താ വണ്ടിയിൽ ഗ്യാസ് അടുപ്പുണ്ട്, ഫുഡ് ഉണ്ടാക്കാം. ഫുഡെന്ന് വെച്ചാൽ മാഗി നൂഡിൽസ്. 2 മിനിറ്റ്സിൽ വാട്ട് മമ്മി മാഗി നൂഡിൽസ് റെഡി എന്ന് പറഞ്ഞ പോലെ മാഗി നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ്. കുറച്ച് വീഡിയോസ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കിട്ടിയ വീഡിയോ കണ്ടാൽ എടുത്ത് തോട്ടിലറിയാൻ തോന്നും. അത്രക്കും ഇങ്ങനെ കളകളായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നില്ല. കണ്ണിൻ്റെ കൃഷ്ണമണി ഇടയ്ക്കോ പോകുന്നുണ്ട്. അങ്ങനെ മാഗി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. മാഗി ഉണ്ടാക്കുകയാണ്. പക്ഷെ തിന്നുന്ന കാര്യങ്ങളൊന്നും ഇതിൽ കാണിച്ചു തരുന്നില്ല. എന്താ വെച്ചാൽ ഒറ്റ വീഡിയോ പോലും നേരെ കിട്ടിയിട്ടില്ല. കുഞ്ഞിപ്പെണ്ണെടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്നല്ല പറഞ്ഞത്. ഞാൻ കയ്യിൽ പൈസയ്ക്കായിട്ടൊരു വീഡിയോ ഉണ്ടാക്കുക. അപ്പോൾ പിന്നെ ഇങ്ങനെ ആവില്ലല്ലോ, എനിക്ക് നല്ല വീഡിയോസ് കിട്ടും. എന്തായാലും മാഗി തകൃതമായിട്ട് വെന്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ മാഗി നിലത്ത് വീണിരുന്നു. അങ്ങനെ മാഗിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെയും അങ്ങോട്ട് പോവുകയാണ്. എൻ്റെ അടുത്ത് ചുട്ടാപ്പീൻ്റെ പിന്നെ കുറേ കുസൃതികളൊക്കെ ഉണ്ട്, എന്നെ തല്ലുന്നുണ്ട് മാഗി കിട്ടുന്ന വാങ്ങിയിട്ട്. മാഗിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇവർ വണ്ടിയിലിരുന്നു, ഞാനും പിള്ളേരും ഇങ്ങനെ പോവാണ് അടുത്തേക്കാ നമ്മുടെ ഹാർബറിലേക്ക്. ഹാർബർ എന്ന് വെച്ചാൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ഈ ചുട്ടാപ്പിനെ കൊണ്ടുപോയാൽ പേടിയാണ്, ഓന് വെള്ളത്തിൽ തുള്ളുന്നു പറഞ്ഞിട്ട് കൈവിട്ട് പോവാം. എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് എനിക്ക് കുറച്ച് വീഡിയോസ് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇവന് വെള്ളത്തിൽ തുള്ളിയാൽ ഇവിടുന്ന് കിട്ടൂല കേട്ടോ. അത്രക്ക് ആഴമുണ്ടാവും, നല്ല ആഴമൊക്കെയുള്ള സ്ഥലമാണ്. അപ്പോൾ പിന്നെ അത് പേടിച്ചിട്ട് ഞങ്ങൾ കുറച്ചിങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ ഇവിടുന്ന് വന്നു. എനിക്ക് ഇവനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഒരു മനസ്സിനൊരു ഇതില്ലായിരുന്നു. പിന്നെ എവിടെയെങ്കിലും തുള്ളിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ കാര്യം കിട്ടൂല. എന്ന് വെച്ചാൽ അത്രക്കും ആഴമുള്ള സ്ഥലമാണ്. പിന്നെ ഞാൻ അവനെ തട്ടിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നല്ല വീഡിയോസൊന്നും കിട്ടിയിട്ടില്ല, ഇങ്ങനെ തന്നെ. പിന്നെ എന്ത് ചെയ്യണം, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോസൊക്കെ എടുത്തിട്ട് എനിക്ക് അങ്ങോട്ട് പോയിട്ട് വീഡിയോസ് എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കുഞ്ഞിച്ചക്കൻ മൂലം, നമ്മളെ ചുട്ടാപ്പി മൂലം എനിക്ക് അങ്ങോട്ട് പോകാൻ പേടിയാന്ന് വെച്ചാൽ ഇവന് തുള്ളേണ്ട ഒരൊറ്റ ചിന്ത മാത്രം. തുള്ളാന്നാണ് പറയുന്നത്, വെള്ളത്തിലേക്ക് തുള്ളാന്ന്. അവന് വെള്ളമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവനാണ്. അതാണ് ഈ തുള്ളാന്ന് പറയുന്നത്. ഇത്രയും വെള്ളം കാണുമ്പോൾ പിന്നെ കുഞ്ഞു മനസ്സ് അവനറിയില്ലല്ലോ നേരെ തുള്ളിയാൽ എന്താ സംഭവിക്കാമെന്ന്. അവന് കാണുന്ന വെള്ളം അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. ഒരു ദിവസം ഞാൻ ഇവരെയും കൊണ്ട് പുറത്ത് പോയപ്പം കുറച്ച് വെള്ളമുണ്ട് ഇങ്ങനെ ഒഴുകുന്നത്. അപ്പോൾ പറയും പൊപ്പി കടൽ എന്ന്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വെള്ളം തന്നെയാണ്. അത് അവർക്ക് പിന്നെ എന്താണെന്നറിയില്ലല്ലോ. അങ്ങനെ ചുട്ടാപ്പീനെ തട്ടിയിട്ടുള്ള കുറച്ച് ഷോർട്സൊക്കെ എടുത്ത് ഫിൽറ്ററൊക്കെ ഇട്ടിട്ട് ഒന്ന് എടുത്തു. പക്ഷേ ഒരു കയ്യിൽ ഫോൺ, ഒരു കയ്യിൽ ചുട്ടാപ്പി. മുടിയൊന്നും ശരിയാക്കാൻ പറ്റുന്നില്ല. ഊതി ശരിയാക്കാൻ നോക്കി, എവിടെ പറ്റുന്നു. പിന്നെ അവസാനം റിദാൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തു. റിദാൻ്റെ അല്ല, ഫാത്തിമാൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തു. ഫാത്തിമ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് തന്നു. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞു വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ, ലൈക്ക് മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഓളെന്ന ബട്ടൺ അമർത്തിയേക്ക്. ഞാൻ ഇടുന്ന ഈ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.